ഹായ് ഗൈസ്. അപ്പൊ ഇനി ഒരു 2 മാസത്തോടെ കഴിഞ്ഞ അഖിലിന്റെ കല്യാണമാണ്. 2 മാസം ഇല്ല, തികച്ച് 1.5 മാസം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ പെണ്ണിന് പുടവ കൊടുക്കാനുള്ള സാരി ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. കൂടെ ഞങ്ങൾക്കും കുറച്ച് സാരിയും എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ. ഞങ്ങള് ട്രിവാൻഡ്രം ജയലക്ഷ്മിയിലാണ് സാരി എടുക്കാൻ പോയത്. എന്റെ കല്യാണത്തിനും എടുത്തത് അവിടെ നിന്ന് തന്നെ ആയിരുന്നു. ഇതാണ് കല്യാണ പെണ്ണ് അപ്പൂസ്. അപ്പൊ അപ്പൂസിന്റെ മൈൻഡിൽ ഓൾറെഡി ഒരു റെഫറൻസ് പിക്ക് നമ്മൾ കാണിച്ചായിരുന്നു കളർ വരുന്നത്. ഓൾറെഡി ഫസ്റ്റ് സാരി അവർ എടുത്തത് ഒറ്റ കളർ ആയതുകൊണ്ട് സെക്കൻഡ് സാരി നമ്മൾ 2 ഷെയ്ഡ് വരുന്നത് എടുക്കാൻ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത്. ട്രയൽ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ അപ്പൂന് ചേരുന്ന ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സാരി എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്ത ഫ്ലോറിൽ പോയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അമ്മയ്ക്കും എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സാരി നോക്കി. ഞാൻ ഇതുവരെ ഉടുക്കാത്ത ഒരു കളർ വേണോന്ന് പറഞ്ഞാണ് നിന്നത്. അങ്ങനെ എല്ലാം ഞാൻ വെച്ച് നോക്കി. അങ്ങനെ എനിക്ക് ഫേസിന് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് തോന്നുന്ന ഒരു കളർ നോക്കി ഞാൻ എടുത്ത് അത്യാവശ്യം കളക്ഷൻ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു. സാരി തന്നെയാണ് റിസപ്ഷൻ എടുക്കാന്ന് വെച്ചത്. ആദ്യം പാർട്ടി വെയർ എടുക്കാന്ന് വെച്ചു. പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സാരിയാണ് എടുത്തത്. ലാസ്റ്റ് അത് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ബില്ലടിക്കാൻ കൊടുത്തിട്ട് പിന്നെ മാറ്റി തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് എടുത്തത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നാത്തൂനാവുന്നതിന്റെ കുറച്ച് സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവളെക്കാട്ടി നല്ല ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് എങ്ങനെ ഫോട്ടോ എടുക്കും എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. ശരിക്കും എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി കാല് കഴിച്ചിട്ട് ഞാൻ ലിഫ്റ്റ് കയറിയപ്പോ അങ്ങ് ഇരുന്ന് തറയിൽ. കല്യാണ ചെറുക്കനും എന്റെ ചെറുക്കനും പിന്നെ അച്ഛനും ഒന്നും നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. കാരണം അപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് പിന്നെ നമ്മൾ സാരിയൊക്കെ ബില്ല് ചെയ്യാൻ കൊടുത്തു. ബാക്കി എടുത്ത ഡ്രസ്സും ബില്ല് ചെയ്യാൻ കൊടുത്തിട്ട് എല്ലാം അവർ നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ഒക്കെ ചെയ്ത് തന്നു. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 8-8:30 മണി ഏതാണ്ട് ആയെന്ന് തോന്നുന്നു. അപ്പൊ അത്രയുള്ളൂ. ടാറ്റ ബൈ.